എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. നമ്മുടെ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാണ്. നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ്. അപ്പോൾ തുടങ്ങല്ലേ. നമ്മൾ ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്നറിയോ? നമ്മൾ പറയാറുണ്ട് എനിക്ക് അവിടെ പോകണം, അല്ലെങ്കിൽ അവൻക്ക് ഇവിടെ വരണം, ഞങ്ങൾക്ക് ഇപ്പോൾ പുറത്ത് പോകണം, എനിക്കിപ്പോൾ കളിക്കണം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം ഇതുപോലുള്ള സെൻറ്റൻസുകളൊക്കെ നമ്മൾ ഹിന്ദിയിൽ എങ്ങനെ പറയാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇതൊന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഇനി ഹിന്ദിയിൽ നമുക്ക് ഹിന്ദിയിൽ എനിക്ക് എന്ന് പറയണം. എനിക്ക് എന്ന് പറയുന്ന വേർഡിന് വേണ്ടിയിട്ട് ഹിന്ദിയിൽ 3 വേർഡ്സിലുണ്ട്. ഒന്നാമതാണ് മുജെ, എന്നെ എന്ന് പറയുമ്പോഴും നമ്മൾ എന്ത് ഉപയോഗിക്കുക? മുജെ എന്ന് ഉപയോഗിക്കുക. അതുപോലെ എനിക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? മുജെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മേർക്കോ, അതുപോലെ അപ്പുൻകോ. എന്തൊക്കെയാണ്? മുജെ. നോർമലായിട്ട് എനിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കുക? മുജെ എന്ന് ഉപയോഗിക്കുക. മുജെ എന്താണ്? മുജെ. അതുപോലെ മേർക്കോ, അതുപോലെ അപ്പുൻകോ. ഓക്കെ, ഈ 3 വേർഡിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതാണ്? മുജെ ഉപയോഗിക്കണം. ഓക്കെ, മുജെ എന്നെ അല്ലെങ്കിൽ എനിക്ക്. മേർക്കോ എന്ന് ഉപയോഗിക്കാറുണ്ട്, അപ്പുൻകോ എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പുൻകോ വളരെ കുറവാണ്. അപ്പുൻകോ നമ്മൾ എപ്പോൾ ഉപയോഗിക്കുന്ന അറിയാം? നമ്മൾ നമ്മുടെ പവറിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ മൂവി കാണുകയാണെങ്കിൽ ആ മൂവിയിലെ വില്ലനൊക്കെ പറയുന്നത് അപ്പുൻകോ, ആ പവർ കാണിക്കാൻ വേണ്ടി പറയണം. അപ്പുൻകോ വഹാ ജാനാ ഹൈ, എനിക്ക് അവിടെ പോകണം. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 3 വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ ഏതാണ് യൂസ് ചെയ്യാറ് ഹിന്ദിയിൽ? മുജെ, എനിക്ക്. അതുപോലെ മേർക്കോ. ഓക്കെ, ആ മേർക്കോ എന്ന് പറയുന്ന വേർഡ് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് എന്നാണ്. അതുപോലെ അപ്പുൻകോ എന്ന വേർഡ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ മനസ്സിലാക്കിയിരിക്കണം എന്താണ് അതിൻ്റെയും അർത്ഥം എന്താണ്? എനിക്ക് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്താണ് ആപ്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നാണ്. നിങ്ങൾക്ക്. ആപ്ക എന്ന് പറഞ്ഞാലോ നിങ്ങളുടെ എന്നായി അല്ലേ? ആപ്ക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ. ആപ്കോ എന്ന് പറഞ്ഞാലോ നിങ്ങൾക്ക് എന്നായി. അതുപോലെ തുംകോ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്നാണ്. നിങ്ങൾക്ക് എന്നല്ല, നിനക്ക്. തുംകോ, അതുപോലെ തുമേ, രണ്ടും പറയാം. തുംകോ എന്നും പറയാം, അതുപോലെ തുമേ എന്ന് പറയാവുന്നതാണ്. നിനക്ക്. അതുപോലെ അവൻക്ക് അല്ലെങ്കിൽ അവൾക്ക് എങ്ങനെ പറയാം? ഉസ്കോ നമുക്കറിയാം. ഉസ്കോ എന്ന് പറഞ്ഞാൽ അവൾക്ക്. അതുപോലെ ഉസേ എന്ന് പറയാം, അവൾക്ക്. അവർക്ക് ഉസ്കോ, അവൻക്ക് ഉസേ, രണ്ട് പറയാവുന്നതാണ്. ഓക്കെ, അപ്പൊ അവൻക്കാണെങ്കിലും അവൾക്കാണെങ്കിലും നമ്മൾ ഉസ്കോ അല്ലെങ്കിൽ ഉസേ എന്നാണ് പറയാം. ഏത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്താണ് ഞങ്ങൾക്ക് എന്നാണ്. ഞങ്ങൾക്ക് എന്ന് പറയാം ഹംകോ അല്ലെങ്കിൽ ഹമേ, രണ്ടും പറയാം. ഹംകോ എന്ന് പറയാം, ഹമേ എന്ന് പറയാം. ഇത് ഞങ്ങൾക്ക്. അതുപോലെ അവർക്ക് പറയാം ഉൻകോ അല്ലെങ്കിൽ ഉനെ, രണ്ടും പറയാവുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ കാണാൻ കഴിയും ക്രിയകൾ, മഞ്ഞ നിറത്തിൽ കാണാൻ കഴിയും. എന്താണ് ക്രിയകളാണ്? ജാന പോവുക, ആന വരുക, കർണ ചെയ്യുക, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കാം എങ്ങനെ നമുക്ക് ഹിന്ദിയിൽ ചെയ്യണം, പോകണം, വരണം എന്നൊക്കെ പറയാൻ നോക്കാം. എന്ത് ചെയ്യാം? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ക്രിയ അല്ലേ, ജാന എന്ന് പറഞ്ഞ ക്രിയ ആദ്യം മൊത്തം എഴുതാം, കംപ്ലീറ്റ് എഴുതണം. ജാന. അത് കഴിഞ്ഞിട്ട് എന്ത് ചേർക്കണം? ലാസ്റ്റ് ഹേ ചേർത്താൽ മതി. ജാനാ ഹേ പോണം, ആനാ ഹേ വരണം, പീനാ ഹേ കുടിക്കണം, ഖാനാ ഹേ കഴിക്കണം. അപ്പൊ എനിക്ക് കഴിക്കണം. അപ്പൊ എനിക്കെന്ന് പറയാം എനിക്ക് മുജെ ഖാനാ ഹേ. എനിക്ക് പോണം, മുജെ ജാനാ ഹേ. എനിക്ക് വരണം, മുജെ ആനാ ഹേ. എനിക്ക് ചെയ്യണം, മുജെ കർണാ ഹേ. മേർക്കോ കർണാ ഹേ, അപ്പുൻകോ കർണാ ഹേ. അപ്പുൻകോ എന്ന് പറയരുത്. ഓക്കെ, നിങ്ങൾ മുജെ പറഞ്ഞാൽ കേട്ടോ. മുജെ അല്ലെങ്കിൽ മേർക്കോ രണ്ടും പറയാം. ഓക്കെ, ഇനി ലിഖ്ന, എനിക്ക് എഴുതണം എന്ന് പറയാം. മുജെ ലിഖ്നാ ഹേ, മേർക്കോ ലിഖ്നാ ഹേ, അപ്പുൻകോ ലിഖ്നാ ഹേ. അപ്പുൻകോ വളരെ നിങ്ങൾ ഉപയോഗിക്കേണ്ട. ഓക്കെ, അപ്പുൻകോ എന്ന് പറഞ്ഞ വീട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്താണ് സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. അപ്പൊ ഹേ ചേർക്കുക. എന്തായി? സോനാ ഹേ. മുജെ സോനാ ഹേ, എനിക്ക് ഉറങ്ങണം. ആപ്കോ സോനാ ഹേ, നിങ്ങൾക്ക് ഉറങ്ങണം. ഓക്കെ, തുംകോ സോനാ ഹേ അല്ലെങ്കിൽ തുമേ സോനാ ഹേ, നിനക്ക് ഉറങ്ങണം. അവൾക്ക് ഉറങ്ങണം.
ഓക്കെ, അവൾക്ക് ഉറങ്ങണം, അവൻക്ക് ഉറങ്ങണം, അല്ലെങ്കിൽ ഹംക്കുണ്ടാവും. ഞങ്ങൾക്ക്, അവർക്ക്. ആദ്യം ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സബ്ജക്ട് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ക്രിയ എഴുതിയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? ചെയ്യണം എന്നായി ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, എനിക്ക് പഠിക്കണം, എനിക്കൊരു പുസ്തകം പഠിക്കണം, എനിക്ക് ഒരു പുസ്തകം പഠിക്കണം. അപ്പൊ എനിക്ക് മുജെ മേർക്കു. ഓക്കെ, മുജെ പഠിക്കുക എന്ന് പറയാ. പഠിക്കുക, പഠന. മുജെ പഠന ഹെ. എന്ത് പഠന ഹെ? എന്ത് പഠിക്കണം? പുസ്തകമല്ലേ. മുജെ एक किताब पढ़ना है, मुझे एक किताब पढ़ना है, मुझे एक कहानी पढ़ना है, मुझे एक कहानी लिखना है, मुझे वहाँ जाना है, आपको यहाँ आना है, നിങ്ങൾക്ക് ഇവിടെ വരണം, നിങ്ങൾക്ക് ഇവിടെ വരണം, आपको यहाँ आना है, आपको यहाँ आना है. आना है. ക്രിയ ആദ്യം എഴുതുക, എന്നിട്ട് ഹേ ചേർക്കുക. അപ്പോൾ നോക്കാം. നമ്മുടെ ഒന്നാമതാണ്, എനിക്ക് ഇപ്പോൾ അവിടെ പോകണം. എനിക്കിപ്പോൾ അവിടെ പോകണം. അപ്പൊ എനിക്കെന്ന് പറയാം. എനിക്ക് ഞാൻ ഉപയോഗിച്ചു മുജെ അല്ലേ? മുജെ. ഇവിടെ മുജെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മേർക്കോ ഉപയോഗിക്കാം. ഓക്കെ, കുഴപ്പമില്ല. മുജെ ഇപ്പോൾ, അബി, അവിടെ, വഹാ. ഇനി പോണം. ജാനാന്ന് എഴുതുക. ജാനാന്ന് എഴുതിയ ശേഷം ഹേ ചേർക്കുക. ജാനാ ഹേ. കണ്ടോ? ജാനാ ഹേ. സിമ്പിളാണ്. മുജെ അബി വഹാ ജാനാ ഹേ. എനിക്കിപ്പോൾ അവിടെ പോകണം. ഇനി എനിക്കിപ്പോൾ അവിടെ പോകണ്ട, നെഗറ്റീവ് വേണമെങ്കിലോ പറയാം, മുജെ അബി വഹാ നെഹി ജാനാ ഹെ. മുജെ അബി വഹാ നെഹി ജാനാ ഹെ. ഇനി ചോദ്യം ചോദിക്കണമെങ്കിൽ ക്യാ എന്ന് പറയുന്ന ആ ഒരു വേർഡ് സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ എൻഡിങ്ങിലോ ചേർത്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അവിടെ പോകണോ, എനിക്കിപ്പോൾ അവിടെ പോകണമോ അല്ലെങ്കിൽ പോകണമോ ചോദിക്കാം. ക്യാ മുജെ അബി വഹാ ജാനാ ഹെ. ഇനി നമുക്ക് രണ്ടാമത് നോക്കാം. അവൻക്ക് ഇത് ചെയ്യണം. അപ്പോൾ അവൻക്കിത് ചെയ്യണം. അപ്പൊ അവൻക്ക് ഉസേ ഉണ്ടോ? അവൻക്ക് എന്ന് പറഞ്ഞു ഉസേ അല്ലെങ്കിൽ ഉസ്കു, രണ്ടും പറയാം. ഉസ്കോ എന്ന് പറയാം, അല്ലെങ്കിൽ ഉസേ എന്ന് പറയാം. ഉസേ അല്ലെങ്കിൽ ഉസ്കോ. ഇതെന്ന് പറയാം യഹ് എന്ന് പറയാം. ഓക്കെ, യേ അല്ലെങ്കിൽ യഹ് രണ്ടും പറയാം. ഉസേ യഹ്. ഇന്ന് ആജ് ചെയ്യണം. കർണ ചെയ്യുക. ഹേ ചേർത്തോളൂ. കർണ ഹേ ചെയ്യണം. സിമ്പിൾ അല്ലേ? ഓക്കെ, ഉസേ യേ ആജ് കർണ ഹേ. ഉസേ യേ ആജ് കർണ ഹേ. അവൻക്ക് ഇന്ന് ചെയ്യണം. ഇന്ന് തന്നെ ചെയ്യണം. ആജി. ഇന്ന് തന്നെ ആജി. നാളെ തന്നെ കൽ ഹി ചേർക്കുക. ലാസ്റ്റ് ഹി ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? ഞാൻ പറയണം, ഇന്ന് തന്നെ ചെയ്യണം. ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന് നല്ല. ഹി ചേർത്തോളൂ. ആജി, ഇന്ന് തന്നെ. നാളെ കൽ, നാളെ തന്നെ കൽ ഹി കർണ ഹേ. ഓക്കെ, അപ്പൊ എന്തായി? അവൻക്ക് ഇത് ഇന്ന് ചെയ്യണം. ഉസേ യേ ആജ് കർണ ഹേ. ഉസേ യേ ആജ് കർണ ഹേ. ഇനി ഇതിന്റെ നെഗറ്റീവ് ഒക്കെ പറയാം. നെഗറ്റീവ്, ഉസേ യേ ആജ് നെഹി കർണ ഹേ. ഉസേ ആജ് യേ നെഹി കർണ ഹേ. അവൻക്ക് ഇന്ന് ചെയ്യണ്ട. അവൻക്ക് ഇത് ഇന്ന് ചെയ്യണ്ട. ഉസേ യേ ആജ് നെഹി കർണ ഹേ. ആപ്കോ യേ ആജ് നെഹി കർണ ഹേ. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ വരണ്ട. എന്ന് പറയാം. आज आपको यहाँ नहीं आना है. आज आपको यहाँ नहीं आना है. ഓക്കെ, ഇനി ചോദ്യം ചോദിക്കണം. സിമ്പിൾ അല്ലേ? എങ്ങനെ? ക്യാ ഉസേ യേ ആജ് കർണ ഹേ. സിമ്പിളാണ് ചോദ്യം. ഇനിയാണ്, അവൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. അവൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. ഓക്കെ, പറയാനെന്നാണ്. അവൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് ഒക്കെ സെയിം ആട്ടോ. അപ്പോൾ അവൾക്ക് എന്ന് പറയാം ഉസേ. ഞാൻ പറഞ്ഞല്ലോ, അവൻക്കാണെങ്കിലും അവൾക്കാണെങ്കിലും നമ്മൾ ഉസ്കോ എന്ന് പറയാം, അല്ലെങ്കിൽ ഉസേ എന്ന് പറയാം. ഉസേ അല്ലെങ്കിൽ ഉസ്കോ. ആപ്സേ, നിങ്ങളോട്. ആപ്സേ. ഓക്കെ, നിങ്ങളോട് ആപ്സേ. സേ ചേർത്താൽ മതി. ആപ്സേ, അവനോട്. ഉസേ. ഓക്കെ, ഉസേ ആപ്സേ കുച്ച് ഉണ്ടോ? എന്തോ കുച്ച് എന്ന് പറയും. പറയാനുണ്ട്. ബാത് കർണ എന്ന് പറഞ്ഞാൽ പറയുക എന്നാണ്. ബാത് കർണി ഹെ. ഇവിടെ നീ എന്തോടെ വന്നെന്ന് അറിയോ? ഇവിടെ അവളല്ലേ, അവളായതുകൊണ്ടാണ് നമ്മൾ നീ ചേർത്തു. ഓക്കെ, ഉസേ ആപ്സെ കുച്ച് ബാത് കർണി ഹെ. അവൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട്, അല്ലെങ്കിൽ എന്തോ പറയണം. ഇനി അടുത്തതാണ്, ഞങ്ങൾക്ക് നാളെ ക്രിക്കറ്റ് കളിക്കണം. അപ്പൊ ഞങ്ങൾക്ക് എന്ന് പറയാം. ഞങ്ങൾക്ക് ഹംകു അല്ലെങ്കിൽ ഹമേ. ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. ഹമേ യൂസ് ചെയ്തു. ഓക്കെ, ഹമേ, ഞങ്ങൾക്ക്. ഹമേ നാളെ. കൽ ക്രിക്കറ്റ് സെയിം ആണ്. അതുപോലെ കളിക്കണം. അപ്പൊ കളിക്കുക എന്താണ്? കളിക്കുക കേൽന. എന്താണ്? കളിക്കുക കേൽന.
കളിക്കുക കേൾന അവിടെ ഉണ്ടല്ലോ. ഓക്കെ, കേൾന, കളിക്കുക കേൾന. ആ കേൾന എഴുതിയിട്ട് ഹേ ചേർക്കുക. അതായത് കേൾന ഹേ. ഓക്കെ, ഹമേ കൽ ക്രിക്കറ്റ് കേൾന ഹേ. ഹമേ കൽ ക്രിക്കറ്റ് കേൾന ഹേ. ഞങ്ങൾക്ക് നാളെ ക്രിക്കറ്റ് കളിക്കണം. ഇനി ഞങ്ങൾക്ക് നാളെ ക്രിക്കറ്റ് കളിക്കണ്ട എന്നാണെങ്കിലോ, നെഗറ്റീവ് ആണെങ്കിലോ, ഹമേ കൽ ക്രിക്കറ്റ് നെഹി കേൾന ഹേ. ഹമേ കൽ ക്രിക്കറ്റ് നെഹി കേൾന ഹേ. ഞങ്ങൾക്ക് നാളെ ക്രിക്കറ്റ് കളിക്കണ്ട. ഇനി ഞങ്ങൾക്ക് നാളെ ക്രിക്കറ്റ് കളിക്കണോ, ഞങ്ങൾക്ക് നാളെ ക്രിക്കറ്റ് കളിക്കണോ, എന്ത് ചെയ്യാം? ക്യാ എന്ന് പറയുന്ന വേർഡ് ചേർക്കുക. ക്യാ ഹമേ കൽ ക്രിക്കറ്റ് കേൾന ഹേ. ക്യാ ഹമേ കൽ ക്രിക്കറ്റ് കേൾന ഹേ. ഇവിടെ ഹംകോ ചേർക്കാവുന്നതാണ്. ക്യാ ഹംകോ കൽ ക്രിക്കറ്റ് കേൾന ഹേ. ഓക്കെ, ഹമേ ചേർക്കാം, അല്ലെങ്കിൽ ഹംകോന്നും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കിയാലോ. എനിക്ക് ഇപ്പോൾ എൻ്റെ ജോലി ചെയ്യണം. എനിക്ക് ഇപ്പോൾ എൻ്റെ ജോലി ചെയ്യണം എന്ന് പറയാം. ആദ്യം എനിക്ക് മുജെ അല്ലെങ്കിൽ മേർക്കോ. മേർക്കോ അബി അപ്ന കാം കർണ ഹേ. അല്ലെങ്കിൽ മുജെ എനിക്ക്, മുജെ ഇപ്പോൾ, അബി എൻ്റെ, അപ്ന ജോലി, കാം ചെയ്യണം, കർണ ഹേ. മുജെ അബി അപ്ന കാം കർണ ഹേ. മേർക്കോ അബി അപ്ന കാം കർണ ഹേ. അപ്പുൻകോ വളരെ കുറവാട്ടോ. അപ്പുൻകോ അബി അപ്ന കാം കർണ ഹേ. ഇനി നെഗറ്റീവ് ആണ്. അങ്ങനെ നെഗറ്റീവ്, ഇതിൻ്റെ നെഗറ്റീവ് ആണ്. എന്ന് പറയാം മുജെ അബി അപ്ന കാം നെഹി കർണ ഹേ. മുജെ അബി അപ്ന കാം നെഹി കർണ ഹേ. എനിക്ക് എൻ്റെ ജോലി ഇപ്പോൾ ചെയ്യണ്ട. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇവിടെ നമ്മുടെ ഇംഗ്ലീഷിൽ മലയാള ഉച്ചാരണം കേട്ടോ. മുജെ അബി അപ്ന കാം കർണ ഹേ മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഇനി അടുത്താണ് അവൻക്ക് ഇന്ന് വൈകുന്നേരം പാർക്കിൽ കളിക്കണം. അവൻക്ക് ഇന്ന് വൈകുന്നേരം പാർക്കിൽ കളിക്കണം എന്ന് പറയാം. അപ്പൊ അവൻക്ക് നല്ല നമുക്ക് ഉസ്കോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉസേ ഉപയോഗിക്കാം. ഉസേ ഇന്ന്, ആജ് വൈകുന്നേരം, ഷാംകോ പാർക്കിൽ, പാർക്ക് മേം, പാർക്ക് മേം. കളിക്കുക ഖേൽന, ഹേ ചേർത്തോളൂ, ഖേൽന ഹേ. അപ്പം എന്തായി? ഉസേ ആജ് ഷാംകോ പാർക്ക് മേം ഖേൽന ഹേ. ഉസേ ആജ് ഷാംകോ പാർക്ക് മേം ഖേൽന ഹേ. ഇനി അവൻക്ക് ഇന്ന് വൈകുന്നേരം പാർക്കിൽ കളിക്കേണ്ടതാണെങ്കിലോ, നെഗറ്റീവ് ആണെങ്കിലോ എങ്ങനെ പറയാം? ഉസേ ആജ് ഷാംകോ പാർക്ക് മേം നെഹി ഖേൽന ഹേ. നെഹി ഖേൽന ഹേ. ചോദ്യം, അല്ല ഇന്ന് വൈകുന്നേരം അവൻക്ക് കളിക്കണോ, പാർക്കിൽ കളിക്കണോ? അപ്പം ക്യാന്ന് സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ എൻഡിങ്ങിലോ ചേർത്താൽ മതി. ക്യാ ഉസേ ആ ഷാംകോ പാർക്ക് में खेलना है ഉണ്ടോ? ഒരു ചോദ്യം മാർക്ക് കൊടുത്ത്, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? ചോദ്യം മാറി. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളൊരു 3-4 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സ് അയക്കുക, ഞാൻ ചെക്ക് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ഹോംവർക്ക് ചെയ്യാൻ മറക്കണ്ട. ഇവിടെ ഒരുപാട് ക്രിയകളുണ്ട്. ഏതെങ്കിലും ക്രിയകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു 4-5 സെൻറ്റൻസ് എഴുതി അയക്കുക. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ओके, आप सभी को मेरा बहुत बहुत धन्यवाद।